ബിഗ് ബോസ് മലയാളം സീസൺ 7 അപ്ഡേറ്റിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സീസണിലേക്ക് വൈൽഡ് കാർഡ് എന്നാണ് വരാൻ പോകുന്നത്. ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. സീസൺ 7ലേക്ക് വൈൽഡ് കാർഡ് വരുന്നു, ഈ ആഴ്ച വരുമോ അതോ അടുത്ത ആഴ്ച വരുമോ, എത്ര പേരുണ്ടാകും? കഴിഞ്ഞ ഒരു സീസണിൽ മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വൈൽഡ് കാർഡ് എത്തിയത് കൊണ്ട് തന്നെ ഈ ഒരു സീസണിലേക്ക് 5, 6, 7 ഒക്കെ പേര് എത്തുമോ? കാരണം ഇതൊരു സീസൺ 7 ആയതുകൊണ്ട് സീസൺ 7ലേക്ക് 7 കണ്ടസ്റ്റൻസ് എത്താൻ സാധ്യതകളുണ്ടോ? ഇതുപോലെയുള്ള ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. വൈൽഡ് കാർഡിനെ പറ്റി ചർച്ച ചെയ്യാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈൽഡ് കാർഡിനെ പറ്റി ചിന്തിക്കാനുള്ള സമയമായി. ഇതിപ്പോ 3ാമത്തെ ആഴ്ചയാണ്. വൈൽഡ് കാർഡ് എൻട്രി ഉണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച മുതൽ നടക്കുന്നതായിരിക്കും. നിലവിൽ ബിഗ് ബോസിന്റെ ഒരു ഉള്ളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെച്ചിട്ട് അടുത്ത ആഴ്ചയോ അതിന്റെ അടുത്ത ആഴ്ചയോ ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റാനാണ് പ്ലാൻ എന്നാണ് അറിയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം. അതിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റത്തില്ല. വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറയുന്നത് ആ ഒരു സാഹചര്യത്തിനനുസരിച്ചായിരിക്കും ബിഗ് ബോസ് പ്ലാൻ ചെയ്യുന്നതും ഓരോ പ്ലാനുകൾ മാറ്റുന്നതും. ഇനി ഒരു 7 കണ്ടസ്റ്റൻസിനെ ഒന്നിച്ച് കഴിഞ്ഞ ഒരു സീസൺ പോലെ ഒരു മൾട്ടിപ്പിൾ നമ്പർ ഓഫ് കണ്ടസ്റ്റൻസിനെ ഒന്നിച്ച് വൈൽഡ് കാർഡ് ആയിട്ട് കയറ്റി വിടാനാണെന്നുണ്ടെങ്കിൽ വീക്കെൻഡ് എപ്പിസോഡിൽ അടുത്ത ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ അത് നീണ്ടുപോകത്തില്ല. അടുത്ത ആഴ്ച തന്നെ ഒരു 28ാമത്തെ ദിവസം തന്നെ ഇവര് കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടന്റെ പ്രസൻസിൽ ഒരു എൻട്രി ഒക്കെ കൊടുത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെൽക്കം എൻട്രി ഒക്കെ കൊടുത്തിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുന്നത്. എന്നാൽ 2, 3 കണ്ടസ്റ്റൻസിനെ വെച്ച് കയറ്റി വിടാനോ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒന്നിച്ചുള്ള കണ്ടസ്റ്റൻസിനെ ഉള്ളിലേക്ക് കയറ്റി വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ചയും അതിന്റെ അടുത്ത ആഴ്ചയും ഇട ദിവസങ്ങളിലും ഒക്കെ ആയിട്ടായിരിക്കും ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് കയറ്റി വിടുന്നത്. ഇതൊക്കെ ഈ ഒരു മുന്നോട്ട് പോകുന്ന ദിവസങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ എന്തെങ്കിലും ഒരു ചേഞ്ചസോ ഒക്കെ ഉണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ടീം പ്ലാൻ ചെയ്ത് അതിനനുസരിച്ചായിരിക്കും കടത്തിവിടാൻ പോകുന്നത്. എന്താണെങ്കിലും ഒരു മൾട്ടിപ്പിൾ നമ്പർ ഓഫ് വൈൽഡ് കാർഡിനെ ഉള്ളിലേക്ക് കയറ്റി വിടാനാണ് നിലവിൽ ഇവരുടെ പ്ലാൻ എന്നാണ് അറിയുന്നത്. എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം വൈൽഡ് കാർഡിന്റെ ഒരു പ്രസൻസ് ഇവിടെ അനിവാര്യം തന്നെയാണ്. ഇപ്പൊ നിലവിലുള്ള കണ്ടസ്റ്റൻസിനെ വെച്ച് ഒരു കാര്യത്തിലും നമുക്ക് ഈ ഒരു സീസണിന്റെ കാര്യം മൊത്തത്തിൽ എന്താ പറയുന്നത് അവതാളത്തിലായി എന്ന് തന്നെ പറയാം. ഒരു രീതിയിലും ഗതി പിടിക്കാത്ത ഒരു സീസൺ പോലെയാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. കണ്ടസ്റ്റൻസ് ആണെങ്കിൽ അട്ടർ വേസ്റ്റ് എന്ന് പറയാം. വിരലിൽ എണ്ണാവുന്ന കണ്ടസ്റ്റൻസ് പോലും മികച്ചത് എന്ന് പറയാവുന്ന രീതിയിൽ ഈ ഒരു സീസൺ 7 ഇല്ല. ഇത് പോയിട്ട് നമ്മുടെ സീസൺ 5 മോശമായിരുന്നു, അതിലും മോശമായിരുന്നു സീസൺ 6. ഇപ്പൊ അതിലും മോശമായിക്കൊണ്ടിരിക്കുകയാണ് സീസൺ 7. തീമും അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരുന്ന ടാസ്കുകളും ഒക്കെ ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് മെച്ചമായ രീതിയിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും കണ്ടസ്റ്റൻസിന്റെ സൈഡിൽ നിന്ന് ഇൻപുട്ട് ഒന്നും ഉണ്ടാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് മെച്ചം ഉണ്ടാകാൻ പോകുന്നത്? എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു സീസണിലും കഴിഞ്ഞ സീസൺ പോലെ വൈൽഡ് കാർഡിന് വിന്നർ ആകാൻ സാധ്യതയുള്ള ഒരു സീസൺ കൂടിയാണ് സീസൺ 7. കാരണം ഇതുവരെയും മികച്ചത് എന്ന് പറയാൻ പ്രേക്ഷകർക്കിടയിൽ അധികം കണ്ടസ്റ്റൻസ് ഒന്നുമില്ല. വളരെ കുറച്ച് കണ്ടസ്റ്റൻസിന് മാത്രം പ്രേക്ഷകർ എന്നാൽ പോലും മികച്ചൊരു കണ്ടസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ അവരെ വിട്ടിട്ട് അടുത്തതിലേക്ക് പോകാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രേക്ഷകരാണ് ഈ ഒരു സീസണിൽ ഈ ഒരു സമയം വരെയും. സോ വൈൽഡ് കാർഡ് വന്ന് മികച്ചൊരു പെർഫോമൻസ് കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വൈൽഡ് കാർഡിന് ആ ഒരു സപ്പോർട്ട് ഉണ്ടാകും. സോ ഈ ഒരു സീസണിലേക്ക് വരാൻ പോകുന്ന വൈൽഡ് കാർഡ് ആരാണെന്നുണ്ടെങ്കിലും കൊള്ളാം. നിങ്ങളായിട്ട് തന്നെ നിൽക്കുക, ജെന്യൂൻ ആയിട്ട് കളിക്കുക, പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിലപാടുകളും വ്യക്തമായി അറിയിച്ച് ടാസ്കുകളിലൊക്കെ മികച്ച രീതിയിൽ നിന്ന് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ മലയാളം ബിഗ് ബോസിലെ ആദ്യ വൈൽഡ് കാർഡ് വിന്നർ ആകാനുള്ള സാധ്യതകളുണ്ട്. സോ നമുക്ക് കാത്തിരിക്കാൻ. കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.